ക്ലാസിക് കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം എന്ന ഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന അകത്തമ്മ ചമഞ്ഞ് നടക്കുക. അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മേന്മ കാട്ടി നടക്കുക, അല്ലെങ്കിൽ വലിയ ആളാണെന്ന് ഭാവിച്ചിരിക്കുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, അവളവിടെ അകത്തമ്മ ചമഞ്ഞിരിക്കുവാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, വലിയ മേന്മ നടിക്കുക. അതുപോലെ PSC ഇടയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് ശൈലികൾ കൂടി നമുക്ക് നോക്കാം. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഠിന പ്രയത്നം എന്നാണ്. അപ്പോൾ ഭഗീരഥ പ്രയത്നം എന്നാൽ എന്താണ്? കഠിന പ്രയത്നം എന്നാണ്. ധനാശി പാടുക എന്നാൽ എന്താണ്? അവസാനിപ്പിക്കുക എന്നാണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോജനശൂന്യമായിട്ടുള്ള വസ്തു. അവൻ ഏട്ടിലെ പശു ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ പ്രയോജനശൂന്യം. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. വളരെയധികം സംസാരിക്കുക എന്നതിന് നമ്മൾ ഒറ്റപ്പദം എന്താണ് പറയുന്നത്? വാചാലൻ എന്നാണ്. അപ്പോൾ വളരെയധികം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വാചാലൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, വാചാലൻ. അടുത്ത ചോദ്യം, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ശരിയായിട്ട് അന്തസ് എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അന്തസ്സാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അനശ്വരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരത്തിൻ്റെ വിപരീതം എന്താണ്? നശ്വരം. അപ്പോൾ അനശ്വരത്തിൻ്റെ വിപരീതം നശ്വരം. ഓപ്ഷൻ ബി, നശ്വരമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഇവിടെ തന്നിരിക്കുന്ന ദീപവതി, ധുനി, സ്രോതസ് ഇവയെല്ലാം നദിയുടെ പര്യായമാണ്. അപ്പോൾ നദിയുടെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ഡി, പയോദമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ഇവിടെ നദിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ദീപവതി, ധുനി, സ്രോതസ്. ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ, ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ഇത് വീണ്ടും വന്നേക്കാം. അടുത്ത ചോദ്യം, വാക് പ്ലസ് മയം ചേർത്ത് എഴുതുക. വാക് പ്ലസ് മയത്തെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വാങ്മയം എന്നാണ്. ഓപ്ഷൻ സി, വാങ്മയമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, പലവുരു പിരിച്ചെഴുതുക. പലവുരുവിനെ നമ്മൾ എങ്ങനെയാണ് പിരിക്കുന്നത്? പല അധികം വുരു. ഓപ്ഷൻ ബി, പല അധികം വുരുവാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, സംസ്കൃതത്തിലുള്ളതും മലയാളത്തിലില്ലാത്തതുമായ വചനരൂപം ഏത്? നമുക്ക് മലയാളത്തിൽ ഏതൊക്കെ വചനമാണ് പഠിക്കാനുള്ളത്? ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്, പൂജക ബഹുവചനമുണ്ട്. അപ്പോൾ നമുക്ക് ഇല്ലാത്തത് ഏതാണ്? ദ്വിവചനം. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇല്ലാത്ത വചന രൂപം ഏതാണ്? ദ്വിവചനം. ഓപ്ഷൻ ബി, ദ്വിവചനമാണ് ഉത്തരം. അടുത്ത ചോദ്യം, മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് PV ആൽബിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, PV ആൽബി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? നമുക്കിവിടെ എല്ലാ ഓപ്ഷനും ഒന്ന് നോക്കാം. ഒന്നാമത്തത്, ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകളുണ്ടായിരുന്നു. ഏകദേശവും 1000-ഓളം ഒരുമിച്ച് എഴുതത്തില്ല. ഇവിടെ ജാഥയിൽ 1000-ഓളം ആളുകളുണ്ടായിരുന്നു എന്നെഴുതിയാൽ മതി. അപ്പോൾ ഏകദേശം വേണ്ട, അപ്പോൾ ഇത് തെറ്റാണ്. ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഉദ്ദേശം നമുക്കിവിടെ ആവശ്യമില്ല. 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ എന്ന് മതിയായിരുന്നു. അപ്പം അതും തെറ്റാണ്. അടുത്തത്, ഏറെക്കുറെ 50-നകം ആളുകളെ വന്നുള്ളൂ. ഇവിടെ ഏറെക്കുറെ ആവശ്യമില്ല, 50-നകം ആളുകളെ വന്നുള്ളൂ എന്ന് മാത്രം മതിയായിരുന്നു. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ, 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. അത് ശരിയായിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ശരിയായ പദം തിരഞ്ഞെടുക്കുക.
വിദ്യുച്ഛക്തി എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വിദ്യുച്ഛക്തി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. PSC ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. വിസ്തീർണമായ ഭൂമി എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? എനിക്ക് തലവേദനയുണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റും? ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ഫ്രം ആണ് വരേണ്ടത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റപ്പദത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ജിജ്ഞാസ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ജിജ്ഞാസ. അടുത്ത ചോദ്യം, പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂടിൻ്റെ പര്യായം ഏതാണ്? നീഢമാണ് പക്ഷിക്കൂടിൻ്റെ പര്യായം. ഓപ്ഷൻ ബി നീഢമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. വാക്ക് അധികം വാദം. വാക്ക് അധികം വാദം വാഗ്വാദമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി വാഗ്വാദം. അടുത്ത ചോദ്യം, അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അമരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അണിയമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അണിയം. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇവിടെ പഴഞ്ചൊല്ല് ഏതാണ്? അധികമായാൽ അമൃതം വിഷമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ശരി ഉത്തരം കണ്ടെത്തുക. താ വഴിയെ എങ്ങനെയാണ് പിരിക്കുന്നത്? തായ് അധികം വഴി. തായ് അധികം വഴിയാണ് താവഴി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനത്തിന് ഉദാഹരണമാണ്? പെങ്ങൾ എന്താണ്? ഏകവചനമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഏകവചനം. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? മാവിൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ബി വരകമാണ്. അപ്പോൾ മാവിൻ്റെ പര്യായം ഏതൊക്കെയാണ്? ചൂതം, ആമ്രം, രസാലം. ചൂതം, ആമ്രം, രസാലം മാവിൻ്റെ പര്യായങ്ങളാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി കവയിത്രിയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാനോടൊപ്പം വിദുഷി എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി വിദുഷി. അടുത്ത ചോദ്യം, അശ്വത്ഥം എന്ന പദത്തിന് സമാന അർത്ഥമായി വരുന്ന പദം ഏത്? അശ്വത്ഥം എന്നാൽ അരയാൽ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അരയാൽ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ജിജ്ഞാസ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയത്തിൻ്റെ ഓപ്പോസിറ്റ് പരകീയമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി പരകീയം. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. പടക്കളം. പടക്കളം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? പട അധികം കളം എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി പട അധികം കളം. അടുത്ത ചോദ്യം, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റും ഗത്യന്തരമില്ലാതെയും ഒരുമിച്ച് വരില്ല. ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. നൽ അധികം നൂൽ. നല്ലധികം നൂല് നമ്മൾ നന്നൂൽ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ നന്നൂൽ. അടുത്ത ചോദ്യം, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ഓടക്കുഴൽ. അപ്പോൾ നമ്മൾ ജ്ഞാനപീഠം എന്ന ഭാഗത്ത് നിന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961. ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത് 1965. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി നമ്മുടെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. 1965 ജ്ഞാനപീഠം കിട്ടിയത്.
മലയാളത്തിൽ നിന്നും 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. നമ്മൾ 6 പേരെയും അവരുടെ കൃതികൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യത്തെ 4 പേരെ പഠിക്കാനൊരു ചെറിയൊരു കോഡുണ്ട്. ശങ്കരക്കുറുപ്പ് പൊറ്റക്കാട്ടിൽ പോയി. ശങ്കരക്കുറുപ്പ് എവിടെ പോയി? പൊറ്റക്കാട്ടിൽ പോയി. അപ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. രണ്ടാമത് SK പൊറ്റക്കാട്. പൊറ്റക്കാട്ടിൽ പോയപ്പോൾ എന്ത് കണ്ടു? ശിവൻ്റെ ഒരു വിഗ്രഹം കണ്ടു. അപ്പോൾ മൂന്നാമത്തെ ആൾ ആരാണ്? തകഴി ശിവശങ്കര പിള്ള. ശിവൻ എന്താണ്? ഒരു ദേവനാണ് അല്ലേ? അപ്പോൾ നാലാമത്തെ ആൾ ആരാണ്? MT വാസുദേവൻ നായർ. അപ്പോൾ 4 പേര് എന്ന് പറഞ്ഞേ. ആദ്യം ജി ശങ്കരക്കുറുപ്പ്, രണ്ടാമത് SK പൊറ്റക്കാട്, മൂന്നാമത് തകഴി ശിവശങ്കരപിള്ള, നാലാമത് MT വാസുദേവൻ നായർ. അടുത്തത് ONV കുറുപ്പിനും ആറാമത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. ഇവർക്കൊക്കെയാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഇനി ഇവരുടെ കൃതി കൂടി നോക്കണം. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്? ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965. രണ്ടാമത് SK പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ SK പൊറ്റക്കാടിന് ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്? ഒരു ദേശത്തിൻ്റെ കഥ. മൂന്നാമത് തൊട്ട് ആറാമത് വരെ സമഗ്ര സംഭാവനയ്ക്ക്, അതായത് മൂന്നാമത് തൊട്ട് ബാക്കിയുള്ള എല്ലാവർക്കും സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. തകഴി ശിവശങ്കര പിള്ളയ്ക്കും MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജ്ഞാനപീഠം എന്ന ടോപ്പിക്കിൽ നിന്നും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. അപ്പോൾ അതുപോലെ വരുന്ന കുറച്ച് ശൈലികളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നസത്യം. നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്നസത്യം. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന ശൈലിയുടെ അർത്ഥം വിലക്കപ്പെട്ട കനി. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലി. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം എന്താണ്? ഭഗീരഥ പ്രയത്നം. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഭഗീരഥ പ്രയത്നം. അടുത്ത ചോദ്യം, ആക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. ആക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ആക്കിലസ് ഹീൽ എന്നാണ്. എന്താണ്? ആക്കിലസ് ഹീൽ എന്നാണ്. ഓപ്ഷൻ ഡി ആക്കിലസ് ഹീലാണ് നമ്മുടെ ഉത്തരം. നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ആക്കിലസ് ഹീലിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിനകത്തും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ആക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വീക്ക്നെസ് എന്നാണ് കേട്ടോ. അതായത് ഇപ്പം എനിക്ക് എൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഐസ്ക്രീം എൻ്റെ ആക്കിലസ് ഹീലാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതെൻ്റെ വീക്ക്നെസ് ആണെന്നാണ് അർത്ഥം കേട്ടോ. താങ്ക് യു.